സാധാരണ മനുഷ്യന്റെ ഭൂമി സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമരത്തിലാണ് സഖാവ് സൈദാലിക്കുട്ടി വീരമൃത്യു വരിച്ചത് എന്ന കാര്യം ആ ചരിത്രം നമുക്കൊക്കെ അറിയാവുന്നതാണ്. കർഷക പ്രസ്ഥാനത്തിന്റെ ചരിത്രം നോക്കിയാൽ പട്ടാമ്പിക്ക് വേറെയും പ്രത്യേകതകളുണ്ട്. 1934 കേരളത്തിലാകെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കർഷക പ്രസ്ഥാനങ്ങളും ചെറു സംഘടനകളും രൂപം കൊള്ളുന്ന കാലത്ത് മലബാറിലാകെയുള്ള കർഷക പ്രസ്ഥാനങ്ങൾക്ക് കരുത്തു പകരാൻ സഹായകമായ നിലയിൽ VMSന്റെ തന്നെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ ഒരു കർഷക സമ്മേളനം നടന്നു. 34 90 വർഷങ്ങൾക്ക് മുൻപ് ആ സമ്മേളനത്തിൽ വെച്ച് VMS പ്രസിഡന്റായും CK ഗോവിന്ദൻ നായർ സെക്രട്ടറിയുമായുള്ള കമ്മിറ്റി ഇവിടെ വെച്ച് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് 34. ആ കാലത്ത് കേരളത്തിലാകെ വടക്കേ മലബാറിൽ പ്രത്യേകിച്ചും കർഷകർ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉയർത്തിയിട്ടുള്ള വലിയ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന കാലം കൂടി. പട്ടാമ്പിയിൽ അന്നത്തെ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം നികുതി ബാധ്യതയും കർഷകന്റെ വർദ്ധിച്ചു വരുന്ന കടബാധ്യതകളും ഇതിന്റെയെല്ലാം ഫലമായി ജീവിതം ദുസ്സഹമാകുന്ന കർഷകന്റെ അതിദയനീയമായ അവസ്ഥയാണ് 90 കൊല്ലം മുമ്പ് പട്ടാമ്പിയിൽ നടന്ന കർഷക സമ്മേളനത്തിൽ ചർച്ചയായത്. ഏതാണ്ട് സമാനമായ കാലത്താണ് പട്ടാമ്പി സമ്മേളനത്തിന്റെ തുടർച്ചയായി EMSഉം പി കൃഷ്ണപിള്ളയും AKGയും EP ഗോപാലനും ഒക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് പൊന്നാനി താലൂക്കിലും ഏറനാട് താലൂക്കിലും കപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം.